ഐസ് ആർ ലൈക്ക് ലാംപ്സ് ഓഫ് അവർ ലൈഫ്. കണ്ണിനെ ബാധിക്കുന്ന കൂടുതലും പ്രായമായവരിൽ കണ്ടുവരുന്ന തിമിരത്തെ പറ്റിയും തിമിരത്തിൻ്റെ നൂതന ചികിത്സാ രീതികളെ പറ്റിയും നമ്മോട് സംസാരിക്കുന്നതിനായി ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് ഓഫ്താൽമോളജിസ്റ്റും പാക്കോ സർജൻസുമായ ഡോക്ടർ വൃന്ദ കെ രമണനും ഡോക്ടർ തീർത്ഥ രാജേഷുമാണ് നമ്മോടൊപ്പമുള്ളത്. വെൽക്കം ഡോക്ടേഴ്സ്. ഡോക്ടർ, എന്താണ് തിമിരം? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? നമ്മുടെ കണ്ണിൽ നോർമലായിട്ട് കാണുന്ന ഒരു സ്ട്രക്ചറാണ് ലെൻസ്. പ്രായം കുറവുള്ള ആൾക്കാരിൽ ആ ലെൻസ് ക്ലിയർ ആയിരിക്കും നോർമലി. പക്ഷേ നമുക്ക് പ്രായം കൂടി വരുന്ന അനുസരിച്ച് ലെൻസിൻ്റെ പ്രോട്ടീനിൽ ഡീനേച്ചറേഷൻ വരുന്നത് കൊണ്ട് ആ ക്ലാരിറ്റിക്ക് കുറവ് വരും. അതായത് ക്ലിയർ ആയിട്ടുള്ള ലെൻസ് ഒപ്പേക്കാവും. നമ്മുടെ മുടിയൊക്കെ പ്രായമാവുമ്പോൾ നരയ്ക്കുന്നത് പോലെ. അത് ഒപ്പേക്കാവുന്നത് കൊണ്ട് തന്നെ പുറത്തു നിന്നുള്ള പ്രകാശരശ്മികൾ കൃത്യമായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഞരമ്പിൽ വീഴാൻ ബുദ്ധിമുട്ട് വരും. അതുകൊണ്ട് തിമിരത്തിൻ്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ലക്ഷണം കാഴ്ചക്കുറവാണ്. കണ്ണട വെച്ചാലും ക്ലിയർ ആവാത്ത കാഴ്ചക്കുറവ്. പിന്നെ തിമിരത്തിന് വരുന്ന വേറെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ഗ്ലെയർ, ഹാലോസ്, അതായത് ലൈറ്റിന് ചുറ്റും കാണുന്ന വളയങ്ങൾ. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് തിമിരത്തിന് കാണുന്ന ലക്ഷണങ്ങൾ. ഡോക്ടർ, തുള്ളിമരുന്നിലൂടെ ഇത് മാറ്റാൻ പറ്റുന്നതാണോ? ഡോക്ടർ പറഞ്ഞതുപോലെ തിമിരം എന്നാൽ ഈ പറയുന്ന കണ്ണിനകത്തെ ലെൻസിൻ്റെ പ്രോട്ടീനിൽ വരുന്ന വ്യത്യാസമാണ്. അപ്പോൾ ആ ഒരു സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് പറയുന്നത് നമുക്ക് തുള്ളിമരുന്ന് ഒഴിച്ച് മാറ്റാൻ പറ്റുന്നതല്ല. ഇപ്പോൾ അതിന് പറ്റിയ തുള്ളിമരുന്നൊന്നും നമുക്കിപ്പോൾ അവൈലബിൾ അല്ല. എന്താണ് ഡോക്ടർ ഇതിൻ്റെ ചികിത്സ? ഇതെന്ന് പറഞ്ഞാൽ കണ്ണിനുള്ളിൽ വന്നിരിക്കുന്ന തിമിരം ബാധിച്ച ലെൻസിനെ നമുക്ക് ചെറിയൊരു മുറിവിലൂടെ എടുത്ത് പുറത്തേക്ക് മാറ്റുകയും അതിനകത്തേക്ക് പകരമായി ആർട്ടിഫിഷ്യലായിട്ടുള്ള ലെൻസ് ഇംപ്ലാന്റ് ചെയ്യണം. അതായത് സർജറിയാണ് തിമിരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ചികിത്സ എന്ന് പറയുന്നത്. ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്ക് കീഹോൾ സർജറി ചെയ്യുന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട്. കണ്ണിനെ സംബന്ധിച്ച് കീഹോൾ സർജറിയുടെ സാധ്യത എന്താണ്? അതൊന്ന് വിശദീകരിക്കാമോ ഡോക്ടർ? കണ്ണിൻ്റെ തിമിര ശസ്ത്രക്രിയയ്ക്ക് സാധാരണ 2 ടൈപ്പാണുള്ളത്. മാനുവൽ സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറിയും ഫേക്കോ ഇമൾസിഫിക്കേഷൻ കാറ്ററാക്ട് സർജറിയും. മാനുവൽ സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത് കണ്ണിൻ്റെ വെള്ള ഭാഗത്ത് ഒരു 5.5 തൊട്ട് ഒരു 6 മില്ലിമീറ്റർ വരെ വലിപ്പമുള്ള ഒരു മുറിവുണ്ടാക്കി അതിനകത്തുകൂടെ തിമിരം ബാധിച്ച ലെൻസിനെ മൊത്തത്തിൽ പുറത്തെടുക്കുകയും അതിൻ്റെ ആ ഭാഗത്ത് ഒരു IOL, അതായത് ഇൻട്രാ ഓക്കുലർ ലെൻസ്, ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്യുന്നതിനാണ് മാനുവൽ സ്മോൾ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. പിന്നുള്ള ടൈപ്പാണ് ഫേക്കോ ഇമൾസിഫിക്കേഷൻ. അതായത് നമ്മൾ സാധാരണ കീഹോൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ കാറ്ററാക്ട് സർജറിക്കാണ് ഫേക്കോ ഇമൾസിഫിക്കേഷൻ കാറ്ററാക്ട് സർജറി എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മളൊരു 2.8 മില്ലിമീറ്റർ വലിപ്പമുള്ളൊരു ചെറിയ മുറിവുണ്ടാക്കി പേനയുടെ വലിപ്പമുള്ളൊരു പ്രോബ് ഉപയോഗിച്ച് തിമിരം പൊടിച്ച് പുറത്തെടുക്കും. ആ 2.8 മില്ലിമീറ്റർ ഉള്ള ഇൻസിഷനകത്തൂടെ തന്നെ ഫോൾഡബിൾ ആയിട്ടുള്ള ഇൻട്രാ ഓക്കുലർ ലെൻസ്, അതായത് ആർട്ടിഫിഷ്യൽ ലെൻസ് ഇംപ്ലാന്റ് ചെയ്യുകയും ചെയ്യും. അതാണ് ഫേക്കോ ഇമൾസിഫിക്കേഷൻ കാറ്ററാക്ട് സർജറി. ഡോക്ടർ, സർജറിയെ പറ്റി പറഞ്ഞല്ലോ. സർജറി കഴിഞ്ഞാൽ പിന്നെ കണ്ണട വെക്കേണ്ട ആവശ്യമുണ്ടോ? തിമിര സർജറി കഴിഞ്ഞ് നമ്മൾ കണ്ണിനുള്ളിലേക്ക് ഇടുന്ന ഈ ആർട്ടിഫിഷ്യൽ ലെൻസ് എന്ന് പറഞ്ഞല്ലോ, IOL, അത് പ്രധാനമായിട്ട് 3 തരത്തിലുള്ളതാണുള്ളത്. മോണോഫോക്കൽ ലെൻസ്, ഇഡോഫ് ലെൻസ്, പിന്നെ ട്രൈഫോക്കൽ അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലെൻസ്. അതിൽ മോണോഫോക്കൽ ലെൻസാണ് ഒരു പേഷ്യൻറ്റ് പ്രിഫർ ചെയ്യുന്നതെങ്കിൽ അത് ഇട്ട് കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റ് തീർച്ചയായിട്ടും വായിക്കുവാനായിട്ട്, അതായത് നിയർ വിഷന് വേണ്ടി നമ്മൾ കണ്ണട വെക്കേണ്ടി വരും. ദൂരെ കാഴ്ച അയാൾക്ക് ഓൾമോസ്റ്റ് എല്ലാം ക്ലിയർ ആയിരിക്കും. പിന്നീട് വരുന്നത് ഇഡോഫ് ലെൻസ്. ഇഡോഫിനകത്ത് നമ്മളൊരു കമ്പ്യൂട്ടർ വിഷൻ ഡിസ്റ്റൻസ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആ ഒരു ഡിസ്റ്റൻസ് അത് ക്ലിയർ ആയിട്ട് കിട്ടും. അതിനാണ് ഇൻ്റർമീഡിയറ്റ് എക്സ്റ്റൻഡഡ് ഡെപ്ത് ഓഫ് ഫോക്കസ് എന്നാണ് ഇഡോഫ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് വിഷൻ പേഷ്യൻറ്റിന് ക്ലിയർ ആയിരിക്കും. പിന്നെ ഓഫ് കോഴ്സ് ഡിസ്റ്റൻറ്റ് വിഷനും. പിന്നീട് വരുന്നതാണ് ട്രൈഫോക്കൽ ലെൻസ് അല്ലെങ്കിൽ മൾട്ടിഫോക്കൽ ലെൻസ്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ദൂരെയുള്ള കാഴ്ച, ഈ ഇൻ്റർമീഡിയറ്റ് വിഷൻ ഇൻക്ലൂഡിങ് നിയർ വിഷൻ ഒരു പേഷ്യൻറ്റ് നോർമലി വായിക്കുന്ന ആ ഒരു ഡിസ്റ്റൻസ് അതും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും. പക്ഷേ ഈ ടൈപ്പ് ഓഫ് ലെൻസിനകത്ത് മൾട്ടിപ്പിൾ റിങ്സ് വരുന്നുണ്ട്. ആ റിങ്സ് കാരണം ഈ ഡ്രൈവ് ചെയ്യുന്നവർക്ക് ഹാലോസ്, ഗ്ലെയർ അതൊക്കെ അധികമായിരിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നൈറ്റ് ഡ്രൈവിംഗ് ഉള്ളവർക്ക് നമ്മൾ ഈ ലെൻസ് ഒട്ടും സജസ്റ്റ് ചെയ്യുന്നില്ല. അല്ല, പിന്നെ കമ്പ്യൂട്ടർ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന അങ്ങനത്തെ മാർക്കറ്റിങ്ങിലും അങ്ങനെയൊക്കെയുള്ള ആ ഒക്കുപ്പേഷൻ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇഡോഫ് ലെൻസ് പ്രിഫർ ചെയ്യാം. ഡോക്ടർ, സർജറിക്ക് ശേഷം ഒരുപാട് നാളത്തെ വിശ്രമം ആവശ്യമായി വരുമോ? തിമിര ശസ്ത്രക്രിയയ്ക്ക് യൂഷ്വലി ബെഡ് റെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഒരു 1.5 മാസം വരെ തുള്ളിമരുന്നുകൾ ഒഴിക്കേണ്ടതാണ്. അത് ഈ ഓപ്പറേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ തുള്ളിമരുന്നുകൾ ഒഴിക്കുന്നത്. അതായത് നമുക്ക് ഓപ്പറേഷന് ശേഷം കണ്ണിനകത്ത് ഇൻഫെക്ഷൻ വരാതിരിക്കാനും കണ്ണിനകത്തെ നീര് കുറയാനും വേണ്ടിയിട്ടാണ് തുള്ളിമരുന്നുകൾ ഒഴിക്കുന്നത്. ഡോക്ടർ, വേദനരഹിത തിമിര ശസ്ത്രക്രിയയുടെ സാധ്യതയെ പറ്റി ഒന്ന് വിശദീകരിക്കാമോ?
അതായത് കാറ്ററാക്ട് സർജറി ചെയ്യുമ്പോൾ മെയിനായിട്ട് വേണ്ടത് ഒന്ന് പേഷ്യൻറ്റിന് കണ്ണ് അനങ്ങാതിരിക്കുക, രണ്ട് പേഷ്യൻറ്റിന് പെയിൻ എടുക്കാതിരിക്കുക, പെയിൻ ഉണ്ടാവാതിരിക്കുക. അപ്പോൾ അതിൽ നമുക്ക് തുള്ളിമരുന്ന് ഒഴിച്ചും ചെയ്യാം. അതുപോലെ തന്നെ കണ്ണിൻ്റെ താഴെയായിട്ട് ചെറിയൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത്, അത് പെരി ബൾബാർ ബ്ലോക്ക് എന്ന് പറയും, അതെടുത്തിട്ടും ഓപ്പറേഷൻ ചെയ്യാവുന്നതാണ്. ഈ തുള്ളിമരുന്ന് ഒഴിച്ച് ചെയ്യുന്ന പേഷ്യൻസിന് അവർക്ക് മരവിപ്പ് ഉണ്ടാവും, പക്ഷേ അവർക്ക് കണ്ണ് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷനാണ് അവിടെ ഏറ്റവും പ്രധാനം. അതാണ് നമ്മൾ ഇഞ്ചക്ഷൻ ഇല്ലാതെ തുള്ളിമരുന്ന് ഒഴിക്കുക എന്ന് പറയുന്നതാണ് പെയിൻലെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് പേഷ്യൻറ്റിൻ്റെ കോപ്പറേഷൻ തന്നെയാണ്. നമ്മൾ പേഷ്യൻറ്റിനോട് ചോദിക്കുമ്പോൾ പേഷ്യൻ്റ് ആ മൈക്രോസ്കോപ്പിലെ ലൈറ്റിലേക്ക് തന്നെ നോക്കി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നമുക്ക് ടോപ്പിക്കലി തന്നെ അല്ലെങ്കിൽ വേദനരഹിതമായിട്ട് തന്നെ കാറ്ററാക്ട് സർജറി ചെയ്യാവുന്നതാണ്. തിമിരത്തെ പറ്റിയും തിമിരത്തിൻ്റെ ചികിത്സാ രീതികളെ പറ്റിയും നാം ഇത്രയും നേരം സംസാരിക്കുകയുണ്ടായി. ഡോക്ടർ, തിമിരം വരാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ തിമിരം എന്ന് പറയുന്നത് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു അസുഖമാണ്. അതിന് നമുക്ക് പ്രായമാകുമ്പോൾ എന്തെങ്കിലും കാഴ്ചക്കുറവോ ഗ്ലെയറോ ഹാലോയോ അങ്ങനത്തെ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറെ കാണിക്കുകയും നമ്മുടെ കാഴ്ചക്കുറവ് തിമിരം കാരണം തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ആണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റായ സർജറി ചെയ്യുകയുമാണ് ചെയ്യാൻ പറ്റുന്നത്. തിമിരത്തെ പറ്റിയും തിമിരത്തിൻ്റെ നൂതന ചികിത്സാ രീതികളെ പറ്റിയും ഇത്രയും നേരം നമ്മളോട് സംസാരിച്ച, നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ വൃന്ദ കെ രമണനും ഡോക്ടർ തീർത്ഥ രാജേഷിനും ഹൃദയപൂർവ്വം നന്ദി.